ഹലോ നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് തഞ്ചാവൂരിലാണ്. തഞ്ചാവൂർ പെരിയ കോവിലിലാണ് വന്നേക്കുന്നത്. ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായും രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ നമുക്ക് കാഴ്ചകളിലേക്ക് പോകാം. കേരളത്തിൽ നിന്നും യാത്ര ചെയ്യുന്നവർക്ക് ഡയറക്റ്റായി തഞ്ചാവൂരിലേക്ക് ഒരേയൊരു ട്രെയിൻ സർവീസാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. എറണാകുളത്തു നിന്നും രാത്രി 10:25 പുറപ്പെടുന്ന കാരക്കൽ എക്സ്പ്രസ് കാലത്ത് 9:05 ആകുമ്പോഴേക്കും തഞ്ചാവൂരിൽ എത്തിച്ചേരും. അതുപോലെ തന്നെ കോയമ്പത്തൂർ വഴി യാത്ര ചെയ്യുന്നവർക്ക് രാത്രി 12:30 പുറപ്പെട്ട് കാലത്ത് 5:58 തഞ്ചാവൂരിൽ എത്തിച്ചേരുന്ന ചെമ്മൊഴി എക്സ്പ്രസും ഉണ്ട്. തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പെരിയ കോവിലിലേക്ക് വെറും 1.4 കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളത്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമുക്ക് ഷെയർ ഓട്ടോ ലഭിക്കും. വെറും 20 രൂപ നിരക്കിൽ നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പെരിയ കോവിലിൽ എത്തിച്ചേരാൻ സാധിക്കും. യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള അമ്പലമാണ് തഞ്ചാവൂർ പെരിയ കോവിൽ അഥവാ ബൃഹദേശ്വര ക്ഷേത്രം. ചോള രാജാവായ രാജരാജ ചോളനാണ് തഞ്ചാവൂർ ബൃഹദേശ്വര ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. ഇതിന്റെ ഗോപുരത്തിന്റെ നിഴൽ ഒരിക്കലും നിലത്ത് പതിക്കില്ല. നിഴൽ പതിക്കാത്ത ക്ഷേത്രം എന്നും തഞ്ചാവൂർ പെരിയ കോവിൽ അറിയപ്പെടുന്നുണ്ട്. 1000ഓളം വർഷങ്ങൾക്ക് മുൻപ് ഒരു സാങ്കേതിക വിദ്യകളും നിലവിലില്ലാത്ത കാലത്ത് ഇതുപോലൊരു ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത് ഒരു അത്ഭുതമായിട്ട് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഒരുപക്ഷെ താജ്മഹൽ ഇല്ലായിരുന്നുവെങ്കിൽ ലോകാത്ഭുതങ്ങളിൽ ഇടം പിടിക്കേണ്ട ക്ഷേത്രമാണ് തഞ്ചാവൂർ പെരിയ കോവിൽ. ക്ഷേത്രത്തിന്റെ ഏറ്റവും മുകളിലായി കാണപ്പെടുന്ന ശിഖരം ഏതാണ്ട് 81 ടൺ ഭാരമുള്ളതാണ്. ഇതെങ്ങനെ മുകളിൽ എത്തിച്ചു എന്നുള്ളത് ഇന്നും ഒരു മിസ്റ്ററിയാണ്. വരാൻ ആഗ്രഹിക്കുന്നവർ കാലത്തെ തന്നെയോ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലോ എത്തുന്നതായിരിക്കും ഏറ്റവും അനുയോജ്യം. ഉച്ച സമയത്തൊക്കെ നല്ല വെയിലായിരിക്കും, കാലിനൊക്കെ ചുട്ടുപൊള്ളുന്ന പോലെ വെയിൽ അനുഭവപ്പെടും. വൈകുന്നേരങ്ങളിലും രാവിലെയും ആകുമ്പോൾ നമുക്ക് കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാനും നല്ല രീതിയിൽ കാഴ്ചകൾ കണ്ട് ആസ്വദിച്ചു പോവാനും സാധിക്കുന്നതായിരിക്കും. രാജരാജ ചോളന്റെ മകൻ രാജേന്ദ്ര ചോളൻ ഒന്നാമൻ ഈ ക്ഷേത്രത്തിന്റെ ഇതേ മാതൃകയിൽ നിർമ്മിച്ചിട്ടുള്ള ക്ഷേത്രമാണ് ഗംഗൈകൊണ്ട ചോളപുരം. ഗംഗൈകൊണ്ട ചോളപുരത്തെ യാത്രാവിശേഷങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അത് ഈ കമന്റ് ബോക്സിൽ ആദ്യം പിൻ ചെയ്ത് വെച്ചേക്കാം. കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ വീഡിയോ പോയി കണ്ടു നോക്കാവുന്നതാണ്. ഒറ്റ ദിവസത്തെ തഞ്ചാവൂർ യാത്ര പ്ലാൻ ചെയ്യുന്നവർക്ക് ഇവിടെ നിന്നും വിസിറ്റ് ചെയ്യാവുന്ന മറ്റു സ്ഥലങ്ങളാണ് തഞ്ചാവൂർ പാലസ്, അതുപോലെ തന്നെ തഞ്ചാവൂർ മ്യൂസിയം. അടുത്തായി തന്നെ വീണ നിർമ്മാണശാലയുണ്ട്, അവിടെയും സന്ദർശിക്കാവുന്നതാണ്. ഈ നാടിന്റെ പേരിൽ തന്നെ ലോകപ്രശസ്തമായിട്ടുള്ള മറ്റൊന്നാണ് തഞ്ചാവൂർ പാവകൾ. നമുക്ക് തഞ്ചാവൂർ പാവകളും ഇവിടെ നിന്നും വാങ്ങാൻ സാധിക്കുന്നതാണ്. ഏകശിലയിൽ നിർമ്മിച്ചിട്ടുള്ള ഏറ്റവും വലിയ നന്ദി ശില്പവും സ്ഥിതി ചെയ്യുന്നത് തഞ്ചാവൂർ പെരിയ കോവിലാണ്. അപ്പോൾ പുതിയ കാഴ്ചകളും വിശേഷങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. യാത്രകൾ അവസാനിക്കുന്നില്ല, യാത്രകൾ തുടരും.